ഞാനൊരു വാർഡ് മെമ്പറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ വാർഡ് മെമ്പറെ ഈ പഞ്ചായത്തിലുള്ള ആളുകൾ, വാർഡ് കമ്മിറ്റികൾ പിടിയും വലിയും കൂട്ടുകയാണ്. ഇവിടെ മത്സരിക്കുക ഇങ്ങോട്ട് പോരിന്ന് പറഞ്ഞാണ്ട് അങ്ങനത്തെ ഒരു മെമ്പറെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ഒരു വാർഡ് മെമ്പർ എങ്ങനെ ആയിരിക്കണമെന്ന് കേരളത്തിലെ മറ്റുള്ള വാർഡിൽ മത്സരിക്കണവരും ചിന്തിക്കണതല്ല. ഒരു വാർഡ് മെമ്പർ എങ്ങനെ ആയിരിക്കണം, എത്രത്തോളം ജനങ്ങളേറ്റ് ഒരു അടുപ്പം വേണമെന്നുള്ളതും ആ നാട്ടിൽ ആ വാർഡിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊക്കെ ഈ വാർഡ് മെമ്പറെ കണ്ടു പഠിക്കണം. ഇതാണ് ആള് ഇക്ബാൽ പൈങ്ങോട്ടൂർ, ചേലാമ്പ്ര പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ നൃത്തം ഇതാണ് നിങ്ങള്, ആ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ എന്താണോ അത് അങ്ങനെ തന്നെ കാണിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ, പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മൂന്നാമതും ജനവിധി തേടാൻ പോവാണ്. വളരെ സന്തോഷം. കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾ തന്ന പിന്തുണയും സഹായവും ഒക്കെയാണ് അടുത്ത വാർഡിലേക്ക് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ജനങ്ങൾക്കറിയാം നമ്മളെന്താന്നുള്ളത്. സ്വാഭാവികമായിട്ട് പഞ്ചായത്തിൽ ജനങ്ങൾക്കറിയാം, നമ്മളെ നിലപാടറിയാം, നമ്മുടെ പ്രവർത്തന രീതികൾ പഞ്ചായത്തിൽ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പുതിയ വാർഡിലേക്ക് പോകുമ്പോൾ ഉള്ളത്. അതിൻ്റെ പുറമെ നമ്മളുടെ പ്രവർത്തന രീതിയും അതോടൊപ്പം ജനങ്ങളുടെ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് ചെയ്തു തരുമെന്നുള്ളത് ചേലാമ്പ്രയിലെ എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ വിശ്വാസം തീർച്ചയായിട്ടും നല്ല വോട്ടായി മാറും. കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ സുഹൃത്താണ്, അതിലുപരി ഒരു മുസ്ലിം ലീഗുകാരനാണ്. അത് വേറെ സന്തോഷം ഉണ്ടാക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ഞാൻ പാർട്ടി MSF-ലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. വളരെ ചെറിയ പ്രായം മുതലേ MSF-ന്റെ പ്രവർത്തനം ഒരുപാട് കാലം പഞ്ചായത്ത് MSF-ന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, നിയോജകമണ്ഡലം ഭാരവാഹിയൊക്കെ ആയിട്ട് ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ചു. MSF നിന്നാണ് ഞാൻ മെമ്പറായി ആദ്യം 22-ാം വയസ്സിൽ മെമ്പറാകുന്നത്. പിന്നെ അവിടുന്ന് തുടർച്ചയായിട്ട് പാർട്ടി അവസരം തന്നു. 3-ാം ടൈം ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സമയം നോമിനേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവാണ്. നമ്മളെ ഹമീദ് മാഷ് കാണുമ്പോൾ എപ്പോഴും പറയുന്നേ ഇക്ബാലിനെ കണ്ട പാഞ്ഞിച്ചിലാവലാണെന്ന്. എന്തെങ്കിലും ഫണ്ട് ആ വാർഡക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാവുന്നു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താ, സന്തോഷമാണോ അല്ലെങ്കിൽ? വളരെ സന്തോഷമാണ് കേൾക്കുമ്പോൾ. കാരണം നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിനല്ലല്ലോ നമ്മൾ ആരെയും സമീപിക്കുക. നമ്മൾ MLA ആയാലും MP ആയാലൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ചെല്ലുമ്പോൾ നമ്മൾ പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് നമുക്കായിട്ടുള്ള ഫണ്ടുകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ MLA മാർക്ക് MP മാർക്കൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ വിനിയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അവരിടയിലേക്ക് വിഷയത്തെ എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് താഴെത്തട്ടിലെ ജനപ്രതിനിധികൾക്ക് ശരിക്കും മെമ്പർമാരെ ചുമതല. അതിൽ എനിക്ക് MLA യോട് കടപ്പാടുണ്ട്, MP യോട് കടപ്പാടുണ്ട്. ഒരുപാട് സന്തോഷം, എല്ലാവിധ വിദ്യാശംസകളും. നമ്മളെ മുൻ കഴിഞ്ഞു പോയ 2 സ്ഥാനം ഉണ്ടല്ലോ, മെമ്പർ സ്ഥാനം, അതിന്റെ തിളക്കമാർന്ന പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും ഓക്കെ സാറേ.